എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ക്യൂട്ടായിട്ടുള്ള പൂച്ചേനെ നോക്കിയിട്ട് മൂക്ക് പുറത്തേക്ക് ഇറങ്ങി വരാം. അവൾ അതിനെ കാണുമ്പോൾ തന്നെ നീ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരൊച്ച കേൾക്കുന്നത്. അവൾ നേരെ പൊക്കത്തേക്ക് നോക്കുമ്പോൾ മരത്തിന്റെ പൊക്കത്ത് കിമ്മാണ് ഇരിക്കുന്നത്. കിമ്മിനെ കണ്ട് അവൾ ഒത്തിരി പേടിക്കുന്നുണ്ട്. അവള് നിലവിളിച്ച് കരഞ്ഞ് പോകാണ്. പെട്ടെന്ന് അവളുടെ കാലിതായി ബാക്കോട്ട് സ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പൊക്കത്തുനിന്ന് ബാലൻസ് പോയ കിമ്മ് നമ്മുടെ മൂക്കിൻ്റെ മേലേക്ക് വന്നു വീഴാണ്. ആക്സിഡൻ്റലി അതൊരു കിസ്സായി മാറുന്നുണ്ട്. കുറച്ച് നേരം രണ്ടുപേരും അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടാണ് എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ കിമ്മിനെ കണ്ടതും അവൾ ഒച്ചെടുത്ത് അവനെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മൂക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിക്രമിച്ച് കയറിയതെന്ന്. വേറൊന്നും കൊണ്ടല്ല, നാളെ ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, നാളെ തന്നെ എനിക്ക് കിട്ടണം, അത് പറയാനാണ്. അതുമാത്രമല്ല, നിന്റെ ഗേറ്റ് ഒട്ടും സേഫ്റ്റി അല്ല, അത് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, പിന്നെ നീ എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മെസ്സാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ വീട്ടിൽ പോയിട്ടിരുന്നിട്ടായാലും മൂക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇതിൽ നിന്നൊരു മോചനമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ കിമ്മും നാത്തയും കൂടി അമ്പലത്തിൽ പോകാണ്. അവിടെ ചെന്നിട്ട് ചേച്ചിയുടെ വീട് ബ്ലസ് ചെയ്യാനായിട്ട് അവിടുത്തെ ബുദ്ധാസിനെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങുന്ന കിമ്മിനോട് പറയുന്നുണ്ട്, വീട് വിൽക്കാൻ പോകുന്ന കാര്യം നീ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ കിമ്മ് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് എനിക്ക് സമ്മതിക്കാൻ പറ്റുക, എൻ്റെ ചേച്ചി വീയും പിന്നെ തടയും കൂടെ അല്ല വീട് പണിതത്, തടയും ഓൾറെഡി കാശൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ്. അപ്പം നിത പറയുന്നുണ്ട്, തട ഒരു കാശ് പോലും കൊടുത്തിട്ടില്ല, നിൻ്റെ ചേച്ചി ലോൺ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്, നിന്നെ അറിയിക്കാതിരുന്നതാണെന്ന്. ഇതും കൂടി കേൾക്കുമ്പോൾ കിമ്മിന് നല്ല രീതിക്ക് ദേഷ്യമാവുന്നുണ്ട്. തടയാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ ഭാര്യയ്ക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവൻ്റെ അസിസ്റ്റൻ്റ് അങ്ങോട്ട് കയറി വരിക. അവൾ ഒരു റെക്കോർഡ് പോലത്തെ സാധനം കൊടുക്കുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ നോക്ക് ചെയ്യാതെയൊക്കെ കയറി വരുന്നത്, നിനക്ക് മാനേഴ്സില്ലേ, ഞാൻ നോക്ക് ചെയ്തിരുന്നു സാർ, നിങ്ങളെ കേൾക്കാഞ്ഞതാണ് എയർപോർട്ട്സ് വെച്ചേക്കുന്നുണ്ടെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓക്കെ ശരി, ഞാനിത് ചെക്ക് ചെയ്തിട്ട് നിനക്ക് അയക്കാം, ഇപ്പോൾ നീ ഇവിടെ നിന്ന് പൊക്കോളാൻ പറയുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അവനാണെങ്കിൽ ആ പേപ്പർ വായിച്ചു നോക്കുമ്പോഴേക്കും ഇവന് ആ വീട് വിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കോർട്ട് നോട്ടാണ്. കാരണം അതിൻ്റെ അവകാശി നമ്മുടെ കിമ്മിനും പാതി പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ കിമ്മും വക്കീലും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് തടയുടെ ഓഫീസിൽ. നിനക്ക് ശരിക്കും ഇതിൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെ വക്കീൽ അവൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് അസിസ്റ്റൻ്റ് അങ്ങോട്ട് കയറി വരുന്നത്. നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ടീമാണ്, നമുക്ക് രഹസ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഓഫീസിൽ നിർത്തിയേക്കുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങോട്ട് തട വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ വീട് വിൽക്കുക, നിനക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ, പിന്നെ നീ കാണിക്കുന്ന ഈ പ്രൂഫൊന്നും ലീഗലല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും എല്ലാത്തോളം എൻ്റെ അടുത്തുണ്ട്, നീയാണ് പെടാൻ പോകുന്നതെന്നുള്ള കാര്യവും കൂടി അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മൂക്കാണെങ്കിൽ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതായത് ഒരു പ്രോപ്പർട്ടി റിനോവേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ക്ലയൻറ്റിനെ പോയി കാണണം. ക്ലയൻറ്റ് വേറെ ആരുമല്ല, ആ വ്ളോഗർ പെൺകുട്ടി തന്നെയാണ്. അപ്പോഴേക്കും കൂട്ടുകാരി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി പൊറാട്ടിനെ മെസ്സേജ് അയച്ചു, നീ അവനും കൂടി പൊക്കോളാൻ പറയുന്നുണ്ട്. മെസ്സേജ് കിട്ടിയ ഉടനെ പൊറാട്ടും അങ്ങോട്ട് വരുന്നുണ്ട്. നീ അയച്ച മെസ്സേജ് എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ല, ഞാൻ തിരക്കിലായിരുന്നു, കുഴപ്പമില്ല നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൾ വേണ്ടാന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് കിമ്മ് വരുന്നത്. കിമ്മ് എന്നിട്ട് പറയുന്നുണ്ട്, ഓ നിൻ്റെ ബോയ് ഫ്രണ്ടിനെയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന്. ഇത് എനിക്ക് ഒരു സൈറ്റിൽ പോകാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്, ഞാൻ ആദ്യം പോകണില്ല എന്നാണ് വിചാരിച്ചത്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പൊറാത്തിൻ്റെ ഒപ്പം പോകാൻ പോവാണ്, എൻ്റെ ജോലി ഞാൻ നോക്കിയിട്ട് വരാം സാറിനൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പൊറാത്തിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. ഇത് കാണുന്ന കൂട്ടുകാരികളെല്ലാവരും കൂടി ടാറ്റ കൊടുക്കുന്നുണ്ട്. കിമ്മാണെങ്കിൽ കൂട്ടുകാരികൾ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ജോലി തുടർന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ജോലി എടുക്കാനായിട്ട്. അവന് നല്ല രീതിക്ക് സങ്കടം വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ക്ലയൻറ്റിനെ റിനോവേറ്റ് ചെയ്യാനുള്ള ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ആരാണ് ഈ ഫ്ലാറ്റ് മേടിച്ചതെന്നൊക്കെ പൊറാട്ട് ചോദിക്കുന്നുണ്ട്. വ്ളോഗർ പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അവൾ നല്ല ക്യൂട്ടാണ്, നല്ല പാവമാണെന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ മൂക്ക് പറയാണ്, അതാ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അവളെ മുട്ടിച്ചു തരാം, അവൾ സിംഗിളാണെന്നുള്ള കാര്യം.
അതിൻ്റെയൊന്നും ആവശ്യമില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് അവളെ നോക്കിയിട്ട് പറയാണ്. അതിലൂടെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് പൊറാത്തിന് തന്നെയാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് അവൾ പറയുന്നുണ്ട് നമുക്കെന്നാൽ ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് പോയാലോ എന്ന്. ഓക്കെ എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വ്ളോഗർ പെൺകുട്ടീനെ കിമ്മി വിളിച്ചിട്ട് ചോദിക്കാണ്, നീ എന്തിനാണ് നമ്മുടെ മൂക്കിനെയും ആ പറാത്തിനെയും കൂടെ ഒരുമിച്ച് വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്ഥലത്തേക്ക് നിനക്ക് കയറാൻ പറ്റത്തില്ല, നീ ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ സെക്യൂരിറ്റീനെ കൊണ്ട് പിടിപ്പിക്കും. പിന്നെ അവരെ വിട്ടത് എൻ്റെ ഇഷ്ടമാണ്, അത് നിന്നോട് പറയേണ്ട എന്താവശ്യം ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ നല്ല രീതിക്ക് ഒച്ചയെടുക്കാണ്. കെമ്മിനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സൗകര്യമില്ലാതെ ആ സ്ഥലത്തേക്ക് പോകാണ്. തിരിച്ചിറങ്ങുന്ന പൊറാട്ടും മൂക്കും ലിഫ്റ്റിൽ കയറുമ്പോഴേക്കും ലിഫ്റ്റ് എന്തോ സൗണ്ട് ഉണ്ടാക്കി സ്റ്റെക്കാവുകയാണ്. അവർ മനസ്സിലാക്കുന്നുണ്ട് തങ്ങൾ അവിടെ പെട്ടുപോയെന്നും. കുഴപ്പമില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കാതിരിക്കില്ല എന്നും ആദ്യം അവർ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് കിം അങ്ങോട്ട് വരുന്നത്. കിമ്മിനെ കാണുന്ന സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ കിം എന്ന്? അതെ, നിങ്ങൾ കിമ്മാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിട്ട് കയറാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങോട്ട് കയറ്റി വരരുതെന്ന്. ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കാനാണ് വന്നതെന്നും പറയുന്നുണ്ട്. അപ്പം തന്നെ അലാറങ്ങളെല്ലാം ഓണാവുകയാണ്. ഇത് കേൾക്കുന്ന ഉള്ളിലുള്ള രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അവർ ഫോൺ വിളിച്ച് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോഴേക്കും അവിടെയാണെങ്കിൽ റേഞ്ചും കിട്ടുന്നില്ല. കുറേ മണിക്കൂർ നിൽക്കുമ്പോഴേക്കും രണ്ടുപേർക്കും കാലുവേദന എടുക്കും. അതുകൊണ്ട് തന്നെ പൊറോട്ടാവിൻ്റെ കോട്ടെല്ലാം ഊരി താഴെ വിരിച്ചിട്ട് മൂക്കിനോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഇരുന്നു, കുറേ നേരമായില്ലേ നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന്. അവളും അതേപോലെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിമ്മ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ബ്ലോഗർ അങ്ങോട്ട് വന്നിട്ട് പറയും, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇറങ്ങിപ്പോ, എനിക്ക് ഇവൻ്റെ പേര് പോലും കേൾക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊറോട്ട മൂക്കാണെങ്കിൽ കുറേ സമയമായി അവിടെ ഇരിക്കണത്, ഇനി ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അവരെ എണീക്കുമ്പോഴേക്കും നമ്മുടെ മൂക്കാണെങ്കിൽ തല ഇറങ്ങി അവൻ്റെ മേത്തേക്ക് വീഴാണ്. കുറേ നേരമായതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒന്നും കിട്ടില്ലല്ലോ. അതിൻ്റേതായ ഫെയിൻറ്റും വയ്യായ്കളാണ് അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അവനാണെങ്കിൽ അവളെ ഇരുത്തി അവളുടെ മുഖമെല്ലാം തുടച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ലിഫ്റ്റ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. ഈ സീൻ കാണുന്ന കിമ്മാണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്നു പോവാണ്. അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ബ്ലോഗർ പെൺകുട്ടിയൊക്കെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്, അവളെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ കമ്പനിയുടെ മാനേജർ വന്നിട്ട് ഇവരോട് സോറി പറയുന്നുണ്ട്, ലിഫ്റ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ നന്നാക്കിയിട്ടുണ്ട്, ഞങ്ങൾ നഷ്ടപരിഹാരം തന്നേക്കാമെന്നൊക്കെ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും വ്ളോഗർ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോളാനായിട്ട്. എല്ലാം കഴിഞ്ഞ് അവരവിടെ നിന്ന് പോകുകയാണ്. പോകുമ്പോഴേക്കും നമ്മുടെ പൊറാട്ടിനോട് ഇതിനെല്ലാം നന്ദിയും കൂടി അവർ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് തടയാണെങ്കിൽ വീൻ്റെ പേര് വിളിച്ച് കരയാണ്. ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ എന്നെ വിട്ടിട്ട് പോയത് ശരിയായില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് വരുന്ന മൂക്കിന് നല്ല രീതിക്ക് സങ്കടമാവുന്നുണ്ട്. ഇവനിങ്ങനെ പിച്ചും പെയ്യും പറയുന്നതുകൊണ്ട് അവനെ വിളിച്ചെണീപ്പിച്ച് കാര്യം തീർക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കാകെ വീടിൻ്റെ കാര്യത്തിൽ ഓർമ്മയായിട്ട് വെക്കാൻ പറ്റിയ ആ വീടാണ്, ആ വീട് വിൽക്കണമെന്നാണ് കിമ്മു പറയുന്നത്. അവൻ എൻ്റെ പകുതി അവകാശം വേണമെന്നൊക്കെ പറഞ്ഞ് അവളെയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കരയാണ്. അവനപ്പോൾ കണ്ണിൽ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മളെ കാണിക്കുന്നത്. ഇതൊക്കെ അവൻ്റെ ആക്ടിങ് ആണ്. യൂസ് ചെയ്ത ഗ്ലിസറിനെല്ലാം അവൻ വേസ്റ്റ് കുട്ടയിലേക്ക് കളയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വീട് ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞ് ബുദ്ധയുടെ അടുത്ത് വന്ന് ക്ഷണിക്കുമ്പോൾ ബുദ്ധ പറയുന്നുണ്ട്, ഓൾറെഡി ഇന്നലെ നദയും കിമ്മും വന്ന് എന്നെ ക്ഷണിച്ചായിരുന്നു, ഞാൻ എന്തായാലും സമയത്തിന് തന്നെ എത്തിക്കോളാം. അപ്പോഴാണ് നദയുടെ കാര്യം അവന് മനസ്സിലാവുന്നത്. നദ പറഞ്ഞിട്ടാണല്ലോ കിമ്മി കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അങ്ങനെ നദ രാത്രി വീട്ടിയിട്ട് തിരിച്ച് വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരാളോട് വഴി ചോദിക്കുന്നുണ്ട്. വഴി പറഞ്ഞു കൊടുത്തിട്ടും അയാൾ തിരിച്ചു വരുന്നുണ്ട്. അട്ട് പറയുന്നുണ്ട്, നീ ഇനിയും തടിയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി കൊണ്ട് അവളുടെ മുഖത്തെല്ലാം കോറി വരക്കാണ്. ഇത് കാണുന്ന അവള് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കിമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നിട്ട് എത്താണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ നദയുടെ ഫേസ് എല്ലാം കത്തി കൊണ്ട് മാന്തി പൊട്ടിച്ച് അവൻ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, തടയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്, ഞാൻ ആ വീടിൻ്റെ സത്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് തട അങ്ങോട്ട് കയറി വരുന്നത്. തടയിനോട് കിമ്മി ചൂടാവുന്നുണ്ട്. പക്ഷെ തട ഒന്നും അറിയാത്ത ഒരാളെ പോലെ പെരുമാറാണ്. നീ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് കാലിൽ തൊടുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അതൊക്കെ നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരെയാണ്. പോലീസുകാർ ആ കുറ്റവാളിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ആ കുറ്റവാളിയും ഹാജരായിട്ടുണ്ടാവും. ഇതാരാണ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്
എന്ന് പോലീസുകാരെല്ലാവരും ചോദിക്കുമ്പോഴേക്കും കിമ്മിൻ്റെ പേരാണ് പറയുന്നത്. കിമ്മാണെങ്കിൽ നല്ല രീതിക്ക് തടയനെ പിടിച്ച് തല്ലുന്നുണ്ട്. നീ ജയിപ്പിച്ചിട്ട് ഇപ്പോൾ അവസാനം എൻ്റെ പേരാണ് വെക്കുന്നത്. ഇത്ര വിത്തയിട്ട പരിപാടി നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ. ആ സമയത്ത് മൂക്കൊരു കട്ട പോലത്തെ ബ്ലോക്ക് എടുത്തിട്ട് അവൻ്റെ തലക്കെട്ട് ഒറ്റടി കൊടുക്കാണ്. അവള് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അവനെ തല്ലിക്കൊണ്ടുള്ള ഷോക്കിൽ നമ്മുടെ കിമ്മാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിമ്മിനെ ജയിലിലിട്ടേക്കാണ്. ഈ വിവരം അറിഞ്ഞിട്ട് പാക്കങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. പാക്കിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ ആരാണ് ഈ നിലയിലെത്തിച്ചത്? അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുമെന്നും അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് പോലീസുകാരോട്. ജാമ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വീട്ടിലെത്തിയ മൂക്കാണെങ്കിൽ അവനെ തല്ലിയ കാര്യം ഓർത്തിട്ട് നിന്ന് കരയാണ്. എത്രയൊക്കെ ആയാലും സ്നേഹിച്ച ഒരാളില്ലേ, അയാൾ ഞാനിങ്ങനെ ഹേർട്ട് ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് കയ്യിൽ നോക്കിയിട്ടാണ് അവൾ അവിടെ ഇരുന്ന് കരയുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് അവളോട് ചെറുതായിട്ട് ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പാക്കാണെങ്കിൽ കിമ്മിനെ വീട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്ത് കൊടുക്കാണ് കേട്ടോ. പറയുന്നുണ്ട് നീ സങ്കടപ്പെടണ്ട, ഞാനിതിന് റിവെഞ്ച് ചെയ്യുന്നൊക്കെ അവന് പറഞ്ഞ് മനസ്സിലാക്കാണ്. അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് എല്ലാം കഴിഞ്ഞെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇവൻ എന്തിനാണ് എൻ്റെ വീട്ടിയിട്ട് കൊണ്ടതെന്ന് പറയുന്നുണ്ട്. ഇവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അച്ഛാ, എല്ലാം ചെയ്തത് മൂക്കും അവൻ്റെ ചേട്ടനുമാണ്. അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അച്ഛൻ കുറച്ചും കൂടി സമയം കാത്തിരിക്കാനായിട്ട് പാക്ക് പറയുന്നുണ്ട്. പാക്കാണെങ്കിൽ നേരെ തടയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. തടയനോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ചെയ്തു തന്ന ഹെൽപ്പല്ല നീ മറന്നു, ഇനി എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല, നീ എൻ്റെ ഹസ്ബൻഡിനെ അത്ര ഹേർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് മൂക്ക് വരുന്നുണ്ട്. മൂക്ക് പറയുന്നുണ്ട് നാണമില്ലേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിന് പാക്കിൻ്റെ മുമ്പോട്ട് ചെന്ന് നിൽക്കാണ്. പാക്കാണെങ്കിൽ അവളുടെ കർണം നോക്കി ഒരടിയും കൊടുക്കുന്നുണ്ട്. ഈ സീനും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.